നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച ആധുനിക ഗ്യാസ് ക്രിമിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ഓണം വെക്കേഷൻ ക്യാമ്പ് ആരംഭിച്ചു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി ജയന്തി ആഘോഷിച്ചു. ചാലക്കുടി നടുവം സ്മാരക നഗരസഭ ലൈബ്രറിയും നടുമുറ്റം സാംസ്കാരിക വേദിയും ചേർന്ന് കൂടപ്പുഴ സാന്ത്വനം സഹോദരങ്ങൾക്കായി സാന്ത്വന സ്പർശം എന്ന പേരിൽ ഓണാഘോഷമൊരുക്കി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് 5 മുരിക്കിങ്ങലിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. അന്തസ്സോടെ മരിക്കാനും മനുഷ്യന് അവകാശമുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച ആധുനിക ഗ്യാസ് ക്രിമിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാലിന്യ സംസ്കരണം, ഹരിതകർമ്മസേന പ്രവർത്തനങ്ങൾ എന്നിവയിൽ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് നേടിയ നേട്ടങ്ങളെ മന്ത്രി അഭിനന്ദിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് 90 ലക്ഷത്തിലധികം രൂപ ചെലവിലാണ് ഗ്യാസ് ക്രിമിറ്റോറിയം നിർമ്മിച്ചത്. നിർമ്മിതി കേന്ദ്ര വഴി 55 ലക്ഷം രൂപ ചെലവിൽ കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും ബാക്കി തുകയ്ക്ക് ഫർണസ് ചേംബർ എന്നിവയും സജ്ജമാക്കി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിലെ മാങ്കുറ്റിപ്പാടത്താണ് ക്രിമിറ്റോറിയം നിർമ്മിച്ചിരിക്കുന്നത്. KK രാമചന്ദ്രൻ MLA അധ്യക്ഷനായ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ദിവ്യ ഗോപിനാഥ് റിപ്പോർട്ട് അവതരണം നടത്തി. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം EK സദാശിവൻ, MR രഞ്ജിത്ത്, TK അസൈൻ, സജിത രാജീവൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, സ്ഥിരം സമിതി അംഗങ്ങളായ സനില ഉണ്ണികൃഷ്ണൻ, ഷെയ്ബി സജി, പഞ്ചായത്ത് സെക്രട്ടറി PS പ്രദീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അപ്പോൾ ജീവിക്കുമ്പോൾ അന്തസ്സായി ജീവിക്കാനുള്ള അവകാശം ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് സുപ്രീം കോടതി പറഞ്ഞു, റൈറ്റ് ടു ലൈഫ് ജീവിക്കാനുള്ള അവകാശം തന്നെ വെറുതെ കഴിഞ്ഞുകൂടാനുള്ള അവകാശം ആണ്. റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി, അന്തസ്സായി ജീവിക്കാനുള്ള അവകാശം. അന്തസ്സായി ജീവിക്കാനുള്ള അവകാശം പോലെയാണ് മരിച്ചാൽ അന്തസ്സുള്ള ഒരു സംസ്കാരത്തിനുള്ള അവകാശം. അപ്പം അത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും പറ്റില്ല. അവർക്ക് അവിടെ തൃശ്ശൂരിൽ 3 മണിക്ക് കുടുംബശ്രീയുടെ വിപണനമേള ഉദ്ഘാടനമുള്ളത്. 3 മണിയാണ് നോട്ടീസിൽ 4 മണിക്ക് അവിടെ എത്തേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ചിലപ്പോൾ വീണ്ടും പ്രസംഗിക്കുന്നു വരും. അധ്യക്ഷ പ്രസംഗം ചുരുക്കി നടത്തിയിട്ട് കുറേ കാര്യങ്ങൾ പറയാണ്ടല്ലോ. നമ്മുടെ ഈ പഞ്ചായത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. അതല്ലേ മികച്ച പഞ്ചായത്താണ് അല്ലേ? അതുകൊണ്ടാണല്ലോ നന്നായി കാര്യങ്ങൾ ചെയ്യുന്നത് കൂടിയിട്ടാണല്ലോ ഈ സ്വരാജ്യ. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ഓണം വെക്കേഷൻ ക്യാമ്പ് ആരംഭിച്ചു. 3 ദിവസങ്ങളിലായി കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ നടക്കുന്ന ക്യാമ്പ് കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം CD സിബി അധ്യക്ഷത വഹിച്ചു. SPC തൃശൂർ റൂറൽ ജില്ലാ നോഡൽ ഓഫീസർ PS സിനോജ് മുഖ്യാതിഥിയായിരുന്നു. SPC തൃശൂർ റൂറൽ ADNO OH ബിജു, KK താജുദ്ദീൻ, M സുധീർ, HM ഇൻചാർജ് PU സന്ധ്യ എന്നിവർ സംസാരിച്ചു. കൊടകര നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ, കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ആളൂർ SNV ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ SPC കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. 30 തീയതികളിൽ 3 സ്കൂളിലെ കുട്ടികളിവിടെ ആഘോഷപൂർവ്വം ഒരു പോസിറ്റീവ് എനർജി സൃഷ്ടിച്ചുകൊണ്ട് കൊടകരയിൽ ഇങ്ങനെ തുമ്പികളെ പോലെ ഓടി നടക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ആശംസകൾ നേരെയാണ്. മഴയാണെന്നാണ് തോന്നുന്നത് അല്ലേ? ഇന്നലെ വരെ ക്ലൈമറ്റ് വേറെ ആയിരുന്നു, ഒരു ഓണം വൈബ് അല്ലേ? ഓണം മൂഡ്, എന്ത് മൂഡ്? ഓണം മൂഡ്. ഇപ്പം അതൊരു മഴയുടെ മൂടിക്കായില്ലേ? ഓണം മൂടിന്ന് മഴയുടെ മൂടിക്കായി. കുഴപ്പമില്ല, ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതല്ലേ ഈ മഴ. ഞാനൊക്കെ ഇവിടെ പഠിക്കുന്ന സമയത്ത് അന്ന് NCC ഉണ്ടായില്ല, NCC ആയിരുന്നു. അപ്പം അന്നൊന്നും ഞങ്ങളുടെ യൂണിഫോമിന് ഇത്ര മികവില്ല, അതുപോലെ ഇത്ര നല്ല ചുണക്കുട്ടന്മാരൊന്നും അല്ലായിരുന്നു ഞങ്ങൾ. ഇപ്പം നിങ്ങൾ കണ്ടാൽ തന്നെ എന്തൊരു ഭംഗിയാണ് ചുണക്കുട്ടന്മാർ ചുണക്കുട്ടികൾ അത് എല്ലാവരും. അപ്പം നിങ്ങൾ അതുപോലെ ഇപ്പം നമ്മൾ നാടിൻ്റെ കാവലാളാരാ? പോലീസല്ലേ? അപ്പം നിങ്ങളൊക്കെ നിങ്ങളുടെ സ്കൂളുകളിലെ കാവലാളാവാൻ നിങ്ങൾക്ക് സാധിക്കണം, സാധിച്ചേ പറ്റൂ. എന്നാലേ നിങ്ങൾ SPC കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാവുള്ളൂ അല്ലേ? നിങ്ങളെല്ലാവരും നാടിൻ്റെ കാവലാളായി. ഇപ്പോൾ ഞങ്ങളൊക്കെ പഠിച്ച കാലഘട്ടങ്ങൾ പോലെ ഇപ്പോൾ മഹാത്മാ അയ്യങ്കാളിയുടെ 162ാം ജന്മദിനം മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PC വേലായുധൻ അധ്യക്ഷത വഹിച്ചു. ഷാഫി കല്ലുപറമ്പിൽ, ലിൻഡോ പള്ളിപ്പറമ്പൻ, സന്തോഷ് കാവനാട്, ലിനോ മൈക്കിൾ, തങ്കമണി മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. നന്ദകുമാർ കോരപ്പത്ത്, അർജുനൻ വട്ടേക്കാട്ടിൽ, ബാബു മനക്കുളങ്ങര പറമ്പിൽ, ഷിനോജ് കോടാലി എന്നിവർ നേതൃത്വം നൽകി. സമൂഹത്തിൽ ഒരു അവകാശങ്ങളും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ, ധീരമായ, ഐതിഹാസികമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിത്വമാണ് മഹാത്മാ. സാമൂഹ്യ നവോത്ഥാനത്തിന്റെ തേരുതെളിയിച്ച മഹാത്മാ അയ്യങ്കാളി മഹത്വമാർന്ന മഹാപുരുഷനായിരുന്നുവെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ് പറഞ്ഞു. അയ്യങ്കാളി ജയന്തിയോടനുബന്ധിച്ച് ചാലക്കുടിയിലെ അയ്യങ്കാളി പ്രതിമയിൽ മാല ചാർത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷം നടന്ന അനുസ്മരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിൽ എന്നെന്നും സ്മരിക്കപ്പെടുന്നതും തങ്കലിപികളാൽ രേഖപ്പെട്ടതുമായ നാമമാണ് അയ്യങ്കാളിയുടേതെന്നും ഹരിദാസ് കൂട്ടിച്ചേർത്തു. അനുസ്മരണ യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി PN അശോകൻ സ്വാഗതം പറഞ്ഞു. താലൂക്ക് പ്രസിഡന്റ് VAK മേനോൻ, വർക്കിംഗ് പ്രസിഡന്റ് വേണു കോക്കാടൻ, സെക്രട്ടറിമാരായ കൊടകര ദിനേശൻ, മനോജ് കൊരട്ടി എന്നിവർ പ്രസംഗിച്ചു. താലൂക്ക് സംഘടനാ സെക്രട്ടറി സജിത്ത് വെപ്പിൻ നന്ദി പറഞ്ഞു. പാവപ്പെട്ട ഇത്തരം ആളുകളെ സമൂഹത്തിൻ്റെ പൊതുധാരയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്ന ആ കാലഘട്ടത്തിലാണ് അയ്യങ്കാളി എന്നുള്ള മഹാത്മാവ് ജനിക്കുകയും അദ്ദേഹം അത്തരം സമൂഹത്തിനു വേണ്ടി അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുകയും ചെയ്തു. ചാലക്കുടി നടുവം സ്മാരക നഗരസഭാ ലൈബ്രറിയും നടുമുറ്റം സാംസ്കാരിക വേദിയും ചേർന്ന് കൂടപ്പുഴ സാന്ത്വനം സഹോദരങ്ങൾക്കായി സാന്ത്വന സ്പർശം എന്ന പേരിൽ ഓണാഘോഷമൊരുക്കി. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ UDF പാർലമെന്ററി പാർട്ടി ലീഡർ ബിജു S ചിറയത്ത് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ MM അനിൽകുമാർ, കൗൺസിലർ റിതി രാജൻ, ലൈബ്രറിയൻ സിബി ബൈജു, നടുമുറ്റം സാംസ്കാരിക വേദി ചെയർമാൻ വിൽസൺ മേച്ചേരി, സെക്രട്ടറി TJ ആസാദ്, S ശ്രീകുമാർ, സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ആൻഡോ എരിഞ്ഞേരി, സെക്രട്ടറി സിസ്റ്റർ അസുന്ദാമ, തോമസ് പറനിലം, MV ഡോൺ ബോസ്കോ, പോൾ ഇടശ്ശേരി എന്നിവർ സംസാരിച്ചു. എല്ലാവർക്കും ഓണപ്പുടവയും ഓണക്കിറ്റും വിതരണം ചെയ്തു. ലൈബ്രറിയിൽ 60 വയസ്സ് തികഞ്ഞ വായനക്കാരെ ആദരിക്കുകയും ചെയ്തു. ഞാൻ ഈ വർഷത്തെ ഈ ഓണാഘോഷ പരിപാടി ചാലക്കുടി നഗരസഭയുടെ നടുവം സ്മാരക ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സാന്ത്വനത്തിൽ വന്ന് സാന്ത്വനത്തിലെ പ്രിയപ്പെട്ട അമ്മമാരോടൊപ്പം ഓണം ആഘോഷിക്കണം, ഇവിടുത്തെ പ്രിയപ്പെട്ടവരോടൊപ്പം ഓണം ആഘോഷിക്കണം എന്ന് പറഞ്ഞത് ആരാധ്യം. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് 5 മുരിക്കിങ്ങലിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷത്തിൽ കലാകായിക മത്സരങ്ങളും സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാർ, അങ്കണവാടി വർക്കർമാർ, പാലിയേറ്റീവ് നഴ്സ്, ഹരിതകർമ്മസേന പ്രവർത്തകർ, കുടുംബശ്രീ CDS, തൊഴിലുറപ്പിൽ 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ തൊഴിലാളികൾ എന്നിവരെ ആദരിച്ചു. വാർഡംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ ഉദ്ഘാടനം ചെയ്തു. വയോജന ക്ലബ്ബ് പ്രസിഡന്റ് BV പോക്കക്കിലത്ത് അധ്യക്ഷത വഹിച്ചു. ആശാ വർക്കർ ലൈല ബഷീർ സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി സുരേന്ദ്രൻ നമ്പളൻ, അങ്കണവാടി ടീച്ചർമാരായ ലിസി ബാബു, സതീദേവി, ബിന്ദു സത്യൻ, പാലിയേറ്റീവ് സിസ്റ്റർ സിസിലി സുരേന്ദ്രൻ, ആശാ വർക്കർ സുലോചന അശോകൻ, തൊഴിലുറപ്പ് മേറ്റുമാരായ ഗ്രേസി വർഗീസ്, ജിനി ജെയ്സൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ കൊരട്ടി ഗാന്ധിഗ്രാം ഹോസ്പിറ്റലിലെ അന്തേവാസികൾക്കായി അത്തപ്പൂക്കളം ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു.
യുവ ചലച്ചിത്ര താരങ്ങളായ സി രഞ്ജിത്ത് മണിയും സിബി കുട്ടപ്പനും സംയുക്തമായും ഉദ്ഘാടനം ചെയ്തു. കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം ലിജോ ജോസ്, RMO ഡോക്ടർ മനു മാത്യു, നഴ്സിംഗ് സൂപ്രണ്ട് KB സുജാത, ഹെഡ് നേഴ്സ് പ്യാരി ജി നായർ, തരംഗ സെക്രട്ടറി കലാഭവൻ സുധി, രാജീവ് KB, ശ്യാം കുമാർ എന്നിവർ സംസാരിച്ചു. സിക്ക് സജീവ്, കലാഭവൻ ജോബി, ആൻഡോ കൊരട്ടി, സുരേഷ് പ്രണവും, മായ ശശികുമാർ, ഷിജു കൊരട്ടി, പ്രദീപ് പൂലാനി, കുമാർ G വെണ്ണൂർ, അന്തേവാസികളായ ലക്ഷ്മി, സെലീന എന്നിവരുടെ കലാപരിപാടികൾ അരങ്ങേറി. കൊച്ചി കലാഭവൻ എന്നുള്ള വലിയൊരു ഗ്രൂപ്പിൽ ഞാനൊരു 5 വർഷം പ്രവർത്തിച്ചതാണ്. കലാഭവനിൽ ചെന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വഴിത്തിരിവായത്. അന്ന് ആബേലച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾക്ക് ദൈവം ഒരു കല തന്ന കഴിവുണ്ടെങ്കിൽ, കല അവതരിപ്പിക്കാൻ കഴിവുണ്ടെങ്കിൽ അത് കാണാനും അത് ആസ്വദിക്കാനും അർഹതപ്പെടാത്ത അല്ലെങ്കിൽ കഴിയാത്തവർക്കും കൂടി അത് ഉപകരിക്കുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ കലാകാരന്മാരാകൂ എന്ന് ആബേലച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. അത് മനസ്സിൽ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ കലാഭവൻ്റെ ഒപ്പം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. നേരത്തെ ഇവിടെ ഓഡിറ്റോറിയത്തിൽ കലാഭവനിയും ഞാനും ഇവിടെ മിമിക്രി അവതരിപ്പിച്ചൊരു കാലഘട്ടം കൂടി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,390 രൂപ, പവന് 75,120 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച ആധുനിക ഗ്യാസ് ക്രിമിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ഓണം വെക്കേഷൻ ക്യാമ്പ് ആരംഭിച്ചു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി ജയന്തി ആഘോഷിച്ചു. ചാലക്കുടി നടുവം സ്മാരക നഗരസഭാ ലൈബ്രറിയും നടുമുറ്റം സാംസ്കാരിക വേദിയും ചേർന്ന് കൂടപ്പുഴ സാന്ത്വനം സഹോദരങ്ങൾക്കായി സാന്ത്വന സ്പർശം എന്ന പേരിൽ ഓണാഘോഷമൊരുക്കി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് 5 മുരിക്കിങ്ങലിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.